ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ഹാപ്പി ഒരു മൊമെന്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, എനിക്ക് പ്രൗഡാവാൻ പറ്റിയ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഒരു പ്രൗഡ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മൊമെന്റ് അതാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ അക്ഷയയിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായിൽ. ഇവിടെ മുമ്പ് ഞാൻ ടെപ്പനംസ് എന്ന് പറയുന്ന ബ്രാൻഡിലെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അക്ഷയയിൽ തന്നെ പ്രൈമാർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ പ്രൈമാർക്ക് ദുബായിൽ ലോഞ്ച് ചെയ്തിട്ട് 1 മന്ത് തികയുന്ന ദിവസം. അപ്പോൾ എൻ്റെ ഷിഫ്റ്റ് ഇന്ന് ഈവനിങ് ആയിരുന്നു. മോർണിംഗ് ഞാൻ ഉണ്ടായിരുന്നില്ല. മോർണിംഗ് ചെറിയൊരു സെലിബ്രേഷൻ പോലെയൊക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം മുമ്പ് എനിക്കിങ്ങനെ ഈ കോംപ്ലിമെന്റ്സ് കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരുപാടൊന്നും അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അധികം ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ട് തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ വലുതായപ്പോൾ എനിക്ക് ആരെങ്കിലും എന്നെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈപ്പ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അതെങ്ങനെ എടുക്കണം എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പോൾ ഇന്ന് ഈ സെലിബ്രേഷൻ്റെ നമുക്ക് ഡെയിലി മോർണിംഗും ഷിഫ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു ബ്രീഫിങ് പോലെ വെക്കാറുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു എന്താണ് 1 മന്ത് തികയുന്നതും കൊണ്ടും കൂടെ എന്നൊരു സെലിബ്രേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രാൻഡിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, നമ്മുടെ ഹയർ ലെവലിലുള്ള, അതായത് ഏരിയ മാനേജേഴ്സ്, ഓപ്പറേഷൻ മാനേജേഴ്സ് ഒന്നും സ്റ്റോറിൽ ഉണ്ടാവാറില്ല. അവർ വീക്കിലി അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാറേ ഉള്ളൂ, സ്റ്റോറ് വിസിറ്റ് ചെയ്യാറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്ര എഫേർട്ട് ഇടുന്നുണ്ട്, നമ്മൾ എന്തോരം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊന്നും അവർക്ക് അറിയില്ല. നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ലൈൻ മാനേജേഴ്സ് അതിന് മേലുള്ളവരൊക്കെ നമ്മളെ പറ്റി എന്താണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന ആ ഒരു അറിവല്ലാതെ അവർക്ക് നേരിട്ട് അറിയില്ല നമ്മൾ എന്തൊക്കെ വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടൊന്നും അവർക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ സ്റ്റോറിലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നല്ലാതെ പുറമേ ഒരു ഹയർ ലെവലിലുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഒരു കോംപ്ലിമെന്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്രൈമാർക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ മാനേജേഴ്സും ഒക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെ നമ്മുടെ സ്റ്റോറിൽ തന്നെ ഡെയിലി ഉണ്ടാവാറുണ്ട്. അപ്പം അത് ഈ മുമ്പ് വർക്ക് ചെയ്ത ആ സ്റ്റോറിൽ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ നോർമലി എങ്ങനെയാണോ വർക്ക് ചെയ്യണേ അതേപോലെ നമ്മുടെ മാക്സിമം കൊടുത്ത് 100% കൊടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലാതെ ഞാൻ ഇവരൊക്കെ ഇതൊക്കെ നോട്ടീസ് ചെയ്യുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കൊളീഗ്, മോർണിംഗ് ഞാൻ ഉണ്ടായിരുന്നില്ല, ഈവനിങ് ആയിരുന്നു എൻ്റെ ഷിഫ്റ്റ്. അപ്പോൾ എൻ്റെ കൊളീഗ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് ഇങ്ങനെ ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ നാളെ നമ്മുടെ ഏരിയ മാനേജർ, ഓപ്പറേഷനിലുള്ള മാനേജർ, ആള് എൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് പറഞ്ഞിട്ട് ഹാർഡ് വർക്കിംഗ് ആണ്, ഗീതു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് എന്ന് പറഞ്ഞു. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലെ എന്നെ പറ്റി മാത്രമല്ല കേട്ടോ, അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാവരെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേരെടുത്ത് പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ ഷെയർ ചെയ്ത മൊമെന്റിൽ എനിക്കൊന്നും തോന്നിയില്ല. എപ്പോഴത്തേക്കും ഞാൻ സ്റ്റക്കായിരുന്നു. അല്ലാണ്ട് ഞാൻ എന്താ തിരിച്ചു പറഞ്ഞതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അത് കേട്ടു, അത്ര ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് അതൊരു കോംപ്ലിമെന്റ് അല്ലേ. ഇത്രയും ആൾക്കാരുണ്ടായിട്ട് 100-600 സ്റ്റാഫ് ഉണ്ട് മൊത്തത്തിൽ അവിടെ. ഇത്രയും പേരുണ്ടായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കഷ്ടപ്പെടുന്നവർ കാണുന്നുണ്ട് എന്നറിഞ്ഞപ്പോ, അതെല്ലാത്തെയും മുന്നിൽ പറഞ്ഞറിഞ്ഞപ്പോ I feel so proud of myself. എന്താ പറയാ,
എനിക്കറിയില്ല. അതെങ്ങനെ പറയണംന്ന് എങ്ങനെ ഷെയർ ചെയ്യണോന്ന് എനിക്കറിയില്ല. ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ചെലപ്പോ എല്ലാവരുടെയും ലൈഫിൽ ഇതൊക്കെ ചെലപ്പോ നോർമലായിട്ട് നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര വലിയ കാര്യമാണ്. കാരണം ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അവിടെ. ഞാൻ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? ഒരു 9 അവേഴ്സ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ 8 അവേഴ്സ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റിനുള്ളത് പണിയെടുത്തിട്ട് പോയാ പോരെ. എന്തിനാ ഇങ്ങനെ എക്സെപ്ഷണൽ ആയിട്ട് അധികമായിട്ട് എന്തിനാ ചെയ്യുന്നേ? നമുക്ക് ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. വേറെ നമ്മുടെ കൂടെയുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തീർന്നിട്ടില്ലെങ്കിൽ ഞാൻ അതും ഏറ്റെടുത്ത് എല്ലാം സെറ്റ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ. ആ സമയത്ത് എന്നെ കിട്ടുന്ന പ്രശ്നം സ്ട്രെസ് ഒക്കെ അതൊന്നും ചില്ലറയല്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് ജോലി പക്ഷെ എന്നാലും എനിക്കെന്തോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് ഈ ജോലി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്നെപ്പോലെ അങ്ങനെ ചെറുപ്പത്തിലൊന്നും അങ്ങനെ വലിയ കോംപ്ലിമെന്റും ഹൈപ്പൊന്നും കിട്ടാത്ത ആൾക്കാര് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒരു റിസൾട്ട് അല്ലെങ്കിൽ ആരടുത്തും ഒരു നല്ല വാക്ക് കേൾക്കുക അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നത് കാണുന്നില്ല ആരും എന്നൊക്കെ തോന്നിയിരുന്ന ആരെങ്കിലും അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും വൺ ഡേ അത് നോട്ടീസ് ചെയ്യും. എല്ലാവരും നിങ്ങൾ കഷ്ടപ്പെടുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ വെക്കുന്ന ഡെഡിക്കേഷനൊക്കെ എല്ലാവരും തിരിച്ചറിയുന്ന ഒരു സമയം വരും. സോ ഹോപ്പ് കളയാതിരിക്കാം. എപ്പോഴും ആ ഒരു ഹോപ്പ് വെക്കുക. അത് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു.